തേഞ്ഞിപ്പലം ജനശ്രീ ഗ്രാമീണ വായനശാലയും ജില്ലാ ലൈബ്രറി കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച വനിതാ വായനാ മത്സരത്തിൽ പി ശ്രീജ ഒന്നാം സ്ഥാനവും, സി ഷൈജി രണ്ടാം സ്ഥാനവും, കെ കാവ്യ മൂന്നാം സ്ഥാനവും നേടി. അവർ 3 പേരും താലൂക്ക് തല മത്സരവേദിയിലേക്ക് യോഗ്യത നേടി. ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യൂസ് മത്സരത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബയോടെക്നോളജി പരീക്ഷയിൽ 5ാം റാങ്ക് നേടിയ വർഷ വിജയപുരിയെ ചടങ്ങിൽ ആദരിച്ചു. വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PT ബിന്ദു ഉപഹാരങ്ങൾ നൽകി. ശ്രീമാൻ K വാരിജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ PV സിജു, ശ്രീ TM നാരായണൻ, ശ്രീ ദാസൻ കക്കാട്ട് എന്നിവർ അനുമോദന പരിപാടികളിൽ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിലിൻ്റെ 1ാം ഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി താലൂക്ക് തല മത്സരങ്ങൾ 2025 ജനുവരി 5-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്നതായിരിക്കും. അതിലെ വിജയികൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവസരം ലഭിക്കുന്നതായിരിക്കും. അത് ജില്ലാതലത്തിലായിരിക്കും. ജില്ലാതല മത്സരങ്ങൾ 2025 ഫെബ്രുവരി 9-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്നതായിരിക്കും. ലൊക്കേഷൻ അതാത് മത്സരാർത്ഥികൾക്ക് സമയാസമയങ്ങളിൽ അറിയിക്കുന്നതായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ജനശ്രീ സംവിധാനം എന്ന് പറയുന്ന കുടുംബ കൂട്ടായ്മക്ക് നമ്മൾ സാധാരണഗതിയിൽ 6 മാസം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കും കൈവായ്പ ലഭ്യമാകാറുണ്ട്. അതേപോലെ തന്നെ ജനശ്രീക്കും നമ്മൾ ലിങ്കേജ് ലോണുകൾ നൽകിക്കൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ടാണ് ജനശ്രീ ലിങ്കേജ് ലോണുകൾ നടപ്പിലാക്കുന്നത്. അതിനുവേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് ജനശ്രീ രൂപീകരിച്ച് 6 മാസമാകണം. അതേപോലെ അവരുടെ സമ്പാദ്യത്തിൻ്റെ 6 ഇരട്ടി അവർക്ക് ലിങ്കേജ് ലോണായി ലഭിക്കും. അവരാഴ്ചയിലിടുന്ന അവരുടെ സമ്പാദ്യം അവർക്ക് അത് കൈവായ്പയായി എടുക്കാം. അവർക്ക് എത്രയാണോ സമ്പാദ്യമായിട്ടുള്ളത് കൈവായ്പ അതിൽ കുറക്കുന്നില്ല. സമ്പാദ്യമായിട്ടുള്ള അവർ സംഘത്തിൽ നിക്ഷേപിച്ച പണത്തിൻ്റെ 6 ഇരട്ടി അവർക്ക് വായ്പയായിട്ട് കിട്ടും. അത് നമ്മൾ ജനശ്രീ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി മുഖേന ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ലളിതമായ പലിശ നിരക്കിൽ നമുക്ക് ലിങ്കേജ് വായ്പ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനശ്രീ ലിങ്കേജ് വായ്പകൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ 50ഓളം സംഘങ്ങൾ 10 കോടിയിലധികം രൂപ എടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഈ സംവിധാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തേഞ്ഞിപ്പലത്തടക്കം ഇന്ന് ആരംഭിച്ച ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും സാധാരണ നിലയിലുള്ള ജനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജില്ലയിൽ തന്നെ ഒരുപാട് വീടില്ലാത്തവർക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും വേണ്ടി ഒരുപാട് ഭൂമി സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർക്ക് ഒരുപാട് പേർക്ക് ഭൂമി വാങ്ങുവാനുള്ളൊരു സംവിധാനമായി
ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ സുസ്ഥിര വികസനത്തിന് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സംവിധാനം ഇന്ന് ഉതകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് സ്വയം തൊഴിൽ, ഒരുപാട് ചെറുപ്പക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നത് ഇത്തരം കുറഞ്ഞ വായ്പാ നിരക്കുള്ള ഏറ്റവും ലളിതമായ പ്രക്രിയകൾ ഉള്ള ഈ ഒരു ജനശ്രീ വായ്പാ സംവിധാനത്തിലൂടെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഇന്ന് വായ്പയുടെ ഒരു നൂലാമാലകൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ ഒരു സംവിധാനവുമായിട്ട് ചെല്ലുകയാണെങ്കിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരു സാധാരണക്കാരന് ബാങ്കിങ് സംവിധാനങ്ങൾ, അവരുടെ നിയമ നടപടികൾ ക്രമീകരിച്ചിടത്തോളം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ ജനശ്രീ വായ്പകൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന വായ്പകളിൽ ഏറ്റവും കുറഞ്ഞ വായ്പാ നിരക്കും, ഒരുപക്ഷെ ജനശ്രീയിലേക്കാട്ടിലും 1% കുറഞ്ഞ വായ്പാ നിരക്കിൽ ഇന്ന് അത് ലഭ്യമാണ് ജനശ്രീക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സുതാര്യത ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ജില്ലയിൽ ജനശ്രീക്ക് ലഭിക്കുന്ന വായ്പ എന്ന് പറയുന്നത് കുടുംബശ്രീയേക്കാളും 1% കുറഞ്ഞ നിരക്കിലാണ് വായ്പ ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധേയമായി കാണേണ്ട സംഗതിയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ ലിങ്കേജ് ലോൺ തേഞ്ഞിപ്പുറ മണ്ഡലത്തിൽ ആദ്യപടി എന്ന നിലയ്ക്ക് പ്രിയദർശിനി ജനശ്രീ സംഘമാണ് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ 8 ലക്ഷമാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. 11 ലക്ഷത്തിന് അർഹതപ്പെട്ടിട്ടും വാങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് 8 ലക്ഷം വാങ്ങി ഞങ്ങൾ അവർക്ക് കൊടുത്തു. അതിൽ ഒരാൾ വീടിന് വഴിയില്ലാത്ത കാര്യം കൊണ്ട് 4 ലക്ഷം വഴിക്ക് വേണ്ടി വാങ്ങിയതാണ്. അതുപോലെ തന്നെ അവരുടെ മകളുടെ നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി 2 ലക്ഷം. മറ്റൊരാൾ 1 ലക്ഷം ബാങ്കിൽ നിന്ന് കടമെടുത്തത് ഇരട്ടിയായി വന്ന് വർദ്ധിച്ചത്, അത് വീട്ടാൻ വേണ്ടി 1 ലക്ഷം. അങ്ങനെയാണ് ഈ ലോൺ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് തേഞ്ഞിപ്പലത്ത് ഒരു 15 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അടുത്ത 2-3 മാസം കൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 30ഓളം യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതിന് പ്രദേശത്തുള്ള എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അറിയിക്കുന്നു. നടപ്പിലാക്കുന്ന ഈ ലിങ്കേജ് വായ്പയെ പറ്റി അതിൻ്റെ ജില്ലാ നേതാക്കന്മാരൊക്കെ കൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരു സംഘത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക് 2 ലക്ഷം, മിനിമം 2 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് വലിയൊരു തുകയാണ്. ജില്ലയിലൊട്ടാകെ വെച്ച് നോക്കുമ്പോൾ വലിയ തുകയാണ്. ജില്ലയിൽ നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ലോണിനുള്ള ജനശ്രീയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. നമുക്ക് ലോൺ അനുവദിക്കുന്നതിനുള്ള ബാങ്ക്. അവർ നമുക്ക് ഒരു സാമ്പത്തിക വർഷത്തേക്ക് 1 കോടി രൂപ 100 കോടി രൂപ നമുക്ക് ഇതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോണിനെ പറ്റി പറയുമ്പോൾ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാം. ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ബാങ്കിലെ മാനേജറെ ചെന്ന് കാണുന്ന തൊട്ട് ഒരു 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ദീർഘമായ പ്രൊസീജിയറുകളുണ്ട്. നിരവധി പേപ്പറുകൾ റെഡിയാക്കൽ, ആധാരങ്ങൾ, അതിൻ്റെ കുടിക്കടം, പിന്നെ വക്കീലിൻ്റെ അഡ്വൈസ് മുതലുള്ള നിരവധി വഴികളിലൂടെ നീങ്ങിയിട്ടാണ് പിന്നെ ഒരു വിധത്തിൽ വലിയ സംഘങ്ങൾ കിട്ടണമെങ്കിൽ ഉന്നതമായ സ്വാധീനം വരെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണ് കിട്ടുകയുള്ളൂ. അതിനൊക്കെ ബദലായിട്ട് ഈ ഒരു ലോൺ എടുക്കുന്ന ആൾ അവരുടെ യൂണിറ്റിലെ ആ ഒരു സ്ഥലത്തിരുന്നാൽ ബാങ്ക് അധികൃതർ ഇവിടെ വന്ന് അതിൻ്റെ രേഖകൾ ശേഖരിച്ച് പോയിട്ട് നമുക്ക് ലോൺ അനുവദിക്കുക എന്നത് വളരെ ലളിതമായ, ഇത്രയും ലളിതമായിട്ടൊരു ലോണ് സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്നുള്ള കൂടി ഓർമ്മിക്കുകയാണ്. ഇന്ന് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. 40%, 50%, അതിൻ്റെ അപ്പുറം കൊള്ളപ്പലിശയും വട്ടിപ്പലിശയും വാങ്ങേണ്ടി വരുന്ന സാധാരണ ജനങ്ങളുടെ മുന്നിലേക്കാണ് ജനശ്രീ എന്ന ഈ ഒരു സംവിധാനം അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വട്ടിപ്പലിശക്കാരിൽ നിന്നും കൊള്ളപ്പലിശക്കാരിൽ നിന്നും തൻ്റെ ഈടുകൾ സംരക്ഷിക്കുവാനും, അതുപോലെ തന്നെ ഈട് ഇല്ലാത്തവർക്ക് കൊള്ളപ്പലിശക്കാരെ അതല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരെ സമീപിക്കാതിരിക്കുവാനും ഒരു നല്ലൊരു മാർഗമായിട്ട് ഇന്ന് ജനശ്രീ മാറിയിരിക്കുകയാണ്. ഒരു സാമ്പത്തിക സുസ്ഥിരതയും സാമ്പത്തിക സുരക്ഷിതത്വവും താൻ അധ്വാനിക്കുന്ന സമ്പാദ്യത്തിന് മൂല്യം കൽപ്പിക്കുവാനും ജനശ്രീക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വായ്പ പദ്ധതിയിലൂടെ നാം കാണുന്നത്. മാത്രമല്ല, ജനശ്രീയിലൂടെ എടുക്കുന്ന ഈ വായ്പയ്ക്ക് ഏറ്റവും കുറഞ്ഞ
പലിശ നിരക്ക് ഉള്ളതോടുകൂടി ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവരുടെ ഓരോ സാധാരണക്കാരൻ അധ്വാനിക്കുന്ന മൂല്യം നഷ്ടപ്പെടുന്നില്ല, അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം നഷ്ടമാകുന്നില്ല എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തേഞ്ഞിപ്പലം മണ്ഡലത്തിലെ ജനശ്രീ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് നൽകുന്ന ലിങ്കേജ് വായ്പ പ്രാവർത്തികമായിരിക്കുകയാണ്. നമ്മുടെ തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ 15ഓളം ജനശ്രീ സംഘങ്ങൾ ഇപ്പോൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇതിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില ആളുകൾ ഈ ലോൺ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ചില സാമ്പത്തിക ആവശ്യങ്ങളുമായിട്ട് സമീപിച്ചപ്പോഴാണ് ഇത്തരമൊരു ലോണ് നമ്മുടെ മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കിയാലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങളിൽ ഉദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ജനശ്രീയുടെ മേൽഘടകങ്ങളെ സമീപിക്കുകയും ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മഞ്ചേരി ബ്രാഞ്ചാണ് നമുക്ക് ഈ ലോണ് അനുവദിച്ചിട്ടുള്ളത്. ഈ ലോണിന് വേണ്ടിയിട്ട് ഈ ലോൺ എടുത്ത ആളുകൾ ഒരിക്കൽ പോലും ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ യാതൊരു തര ഡോക്യുമെൻറ്റുകളും ഈ ലോണിന് വേണ്ടിയിട്ട് അവർ നൽകിയിട്ടില്ല. ആകെ അവർ ജനശ്രീയിൽ അംഗമാണ് എന്നുള്ള, ജനശ്രീ സംഘങ്ങളിൽ അംഗമാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ അവർ ഈ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ലോണിൻ്റെ തിരിച്ചടവിൻ്റെ കാര്യത്തിൽ ഈ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി മാസത്തിൽ 35 മാസമാണ് ഈ ലോണിൻ്റെ കാലാവധി ആയിട്ടുള്ളത്. 1,00,000 രൂപ നമ്മൾ ലോൺ എടുത്താൽ മാസത്തിൽ 3,325 രൂപയാണ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതുള്ളത്. ഇത് നമ്മൾ ബാങ്കിൽ പോയിട്ട് തിരിച്ചടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നമുക്കൊരു QR കോഡ് തന്നിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോണ് അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഈ നമുക്ക് ഈ പാവപ്പെട്ടവർക്ക്, ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഒരുക്കി തന്ന ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ സഹായിച്ച ജനശ്രീ മിഷനെയും തേഞ്ഞിപ്പലം മണ്ഡല സഭ അഭിനന്ദിക്കുകയാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ജില്ലാ ജനശ്രീ മിഷന് ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ ഏകദേശം ഇപ്പോൾ 1.5 വർഷമായി ലോൺ ആരംഭിച്ചു. ഈ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 10 കോടി രൂപ നമുക്ക് 500ഓളം പേർക്ക് ലോൺ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പേര് പോലും ഇതുവരെ തിരിച്ചടവ് തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് ഈ ലോൺ കൊടുക്കുവാനും ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മളോട് ആവശ്യപ്പെടുന്ന 100 കോടി രൂപ എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനുമുള്ള നമുക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്.